ബിസിനസ് നടത്തുന്നവർ, അവർക്ക് ഇസ്ലാമിൽ പ്രചോദനമുണ്ട്. അത്താജിറു സാദിഖുൽ അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാ. വിശ്വസ്തരായി സത്യസന്ധരായി ബിസിനസ് നടത്തുന്നവർ അമ്പിയാക്കളുടെ കൂടെയാണ്, സുദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്. ബിസിനസ് നടത്തുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചോദനം നൽകുന്നു. പക്ഷേ സത്യസന്ധനായിരിക്കണം, ചതിക്കാൻ പാടില്ല. മഴ പെയ്ത ദിവസം ധാന്യം വിൽക്കുന്ന ഒരാള് നേരെ ചെന്ന് ധാന്യത്തിലേക്ക് കയ്യും നിറക്കി ധാന്യം കോരി ഇങ്ങോട്ടെടുത്തു. എന്തടാ നനഞ്ഞത് വിൽക്കുന്നു, നനഞ്ഞത് വിൽക്കുന്നു. നബി മഴ പെയ്തപ്പോ നനഞ്ഞുപോയി, എന്നാ നനഞ്ഞത് മേലെ ഇട്ടുകൂടായിരുന്നോ? നീ ഉറങ്ങിയത് മേലെ വെച്ചിട്ട് അടിയിൽ നനഞ്ഞത് വെച്ച് വിൽക്കുന്നു. ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല കേട്ടോ. ചതിക്കാൻ പാടില്ല, ഒരു ബിസിനസ്സുകാരനും ആരെയും ചതിക്കാൻ പാടില്ല. ഇപ്പോഴും ഉണ്ട് ചില ഫ്രൂട്ട് കച്ചവടക്കാർ. നല്ല ഭംഗിയുള്ള കേടില്ലാത്ത നാരങ്ങ മുന്നിൽ, ആപ്പിള് മുന്നിൽ, ബേക്കിൽ കേടുള്ളത്, റോട്ടുമ്മലേക്ക് തിരിച്ചു വെച്ചതൊക്കെ നല്ല ഭംഗിയുള്ളത്, എന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിലെത്തുമ്പോൾ തീർത്തും കേടുള്ളത്. അങ്ങനെ ചതിച്ചു വിൽക്കാൻ പാടില്ല, അവൻ നമ്മളിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ചതിക്കരുത്. അതേസമയത്ത് ബിസിനസ് അത് നല്ലതാണ്. തൊഴിലെടുക്കുന്നത് നല്ലതാണ്, വെറുതെ നടക്കാൻ പാടില്ല. ചെറുപ്പക്കാർ കൈകൊണ്ട് ജോലിയെടുത്ത് ജീവിക്കുന്നവൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഖൈറായ ഭക്ഷണമില്ല. തൊഴിലെടുക്കണം, വെറുതെ നടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുറച്ച് പ്രായമാകുമ്പോൾ റിട്ടയർ ആകുന്ന ആളുകൾ ഉണ്ടാവും. അവർ വെറുതെ നടക്കരുത്. അത് മനസ്സിനും ശരീരത്തിനും ക്ഷീണം പിടിക്കും. എന്തെങ്കിലും ജോലി എടുക്കണം, കഴിയുന്ന ജോലി കഴിയുന്നനുസരിച്ചെടുക്കണം. അപ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും. വെറുതെ നടക്കാൻ പാടില്ല, മനുഷ്യന്റെ ആരോഗ്യം തന്നെ നശിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലെടുക്കാൻ പ്രചോദനം നൽകി. സഹോദരന്മാരെ, ഏത് വിഷയത്തിലാണ് അവിടുന്ന് പ്രവേശിക്കാത്തത്? ഏത് വിഷയമാണ് അവിടുന്ന് പറയാത്തത്? സുബ്ഹാനല്ലാഹ്, നല്ല ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാർ. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു, സഹാബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. എന്നിട്ടോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർവത്ത് ബിൻ അബിൽ ജാദിൽ ബാറത്തിയെ വിളിച്ചു. ഒരു ദീനാർ സ്വർണ്ണ നാണയം കൊടുത്തു. അതുകൊണ്ട് ഒരാട്ടിനെ വാങ്ങിക്കൊണ്ടുവരൂ. ഉർവത്ത് ബിൻ അബിൽ ജാദിൽ ബാറത്തി തങ്ങൾ ആ ഒരു നാണയം കൊണ്ടുപോയി. ഒരു നാണയം കൊണ്ട് 2 ആട്ടിനെ വാങ്ങി. ചില സമർത്ഥമായി കച്ചവടം ചെയ്യുന്ന കുട്ടികൾ, അവരെ പ്രോത്സാഹിപ്പിക്കണം. പോയി 2 ആട്ടിന് വാങ്ങിക്കൊണ്ടുവന്നു. ഒറ്റ സ്വർണ്ണ നാണയത്തിന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? വരുന്ന വരവില് ഒരു സ്വർണ്ണ നാണയത്തിന് 1 വിറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു വന്നു. ആതാഹു ബിശാത്തിൻ വദീനാരി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, നബിയെ, തങ്ങൾ 1 ദീനാറാണ് എന്നെ ഏൽപ്പിച്ചത്. 1 ദീനാർ പിടിച്ചോ, ഒരാട്ടിനാണ് എന്നോട് പറഞ്ഞു, ആട്ടിനെയും പിടിച്ചോ. ആടും ഉണ്ട്, ദീനാറും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആ, ഫദഅ ലഹു റസൂലുള്ളാഹി ഫീ ബൈഇഹി ബിൽ ബറക. കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരൊറ്റ ദുആ. ആദ്യം തന്നെ എത്ര ആളുണ്ട് സഹോദരന്മാരെ അവിടെ? ആ ചെറുപ്പക്കാരന്റെ കയ്യിലല്ലേ പണം കൊടുത്തത്. കാരണം അവിടുത്തെ അറിവങ്ങനെയല്ലേ. ബറക്കത്തുള്ള കച്ചവടക്കാരെ കുറിച്ച് അവിടുത്തേക്ക് അല്ലാഹു അറിവ് കൊടുക്കുന്നില്ലേ? ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക മല്ലൗഹി വൽ ഖലമി. അവിടുത്തെ അറിവല്ലാത്ത അറിവല്ലേ. ആ സഹാബി കൊണ്ടുവന്ന് അതാ അട്ടിനെയും കൊടുത്തൊരു ദീനാറും കൊടുത്തപ്പോ ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ ദുആ. ഫകാന ലബിസ്തറാ തുറാമൻ റബഹ ബിഹി. പിന്നെ മൂപ്പരുടെ സ്വഭാവം എന്താണ്? വെറും മണ്ണ് കൊണ്ടാലും ശരി മൂപ്പർക്ക് ആ ഏത് കച്ചവടത്തിലും വലിയ ബറക്കത്താണ് കേട്ടോ.
സമർത്ഥരായി ബിസിനസ് നടത്തുന്നവരെ നബി സല്ലല്ലാഹു നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോഴും അല്ലാഹുവിന്റെ ദീനിനുപകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഒക്കെ സഹായിക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുമ്പോ ചിലർക്ക് തോന്നും ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ പണം പിരിക്കാനുള്ള ഏർപ്പാടാണെന്ന് തോന്നും. നിന്റെ ഖൽബ് ദുഷിപ്പിക്കേണ്ട മനുഷ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാരാണ് അലിമീങ്ങൾ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടില്ലേ, സമർത്ഥമായി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കേട്ടോ. നന്നായി ബിസിനസ് നടത്താൻ അവിടുന്ന് പ്രചോദനം നൽകിയിട്ടുണ്ട്.